ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം എന്താണ്ട് വൈകുന്നേരം 8:30 ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ്. അടുക്കളയിലാണ്. അപ്പോൾ പുളിശ്ശേരിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു രാത്രി വന്നിട്ട് ഈ കറികൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് കൊണ്ടുപോകേണ്ട ചോറിൻ്റെ കറിയും കൂടി നമുക്ക് അതിനകത്താവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഐഡിയകൾ. സമയം തേണ്ട കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പോയി വരും. അപ്പോൾ ഒന്നിനും നേരം ഉണ്ടാവില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ്, ഓട്ടപ്പാച്ചിൽ തന്നെയാണ്. അപ്പോൾ ഒരടുപ്പത്ത് കറി വെച്ചിട്ടുണ്ട്. അത് തോരന് വേണ്ടി വെച്ചിട്ടുള്ളത്. തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ ഉള്ളി തോരൻ കഴിച്ചിട്ടില്ലായിരുന്നു. അത് കടയിൽ കണ്ടപ്പോൾ ഉള്ളിത്തോരൻ ഉള്ളിത്തണ്ടിൻ്റെ ആ ഒരു സംഭവം പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കുറേ ദിവസമായി ഞാനിങ്ങനെ എന്താ പറയുക ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കണു. പിന്നെ എന്തായാലും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിനി ഇടത്തെ കൈ കൊണ്ടൊന്നും ഇടുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കണ്ട. ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിന്നീടെന്ന് വെച്ചാൽ ഒരു ലോഡ് പാത്രം കഴുകാനുണ്ട്. അതാണ് ഏറ്റവും മെനക്കെട്ട പണിയെന്ന് പറയുന്നത്. ഭ്രാന്ത് പിടിക്കും. എത്ര കഴുകിയാലും പിന്നെ അതുപോലെ പാത്രങ്ങളായിരിക്കും. അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കി വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി, പിന്നെ ആ തൂക്കിയിട്ടേക്കുന്ന കവറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ കവർ കഴുകി തൂക്കി വെക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് വേണം ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിത്തണ്ട്. അപ്പോൾ ഇത് മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള തോന്നൽ വന്നത്. അങ്ങനെയാണ്, അതുകൊണ്ട് അത്രേ കിട്ടിയിട്ടുള്ളൂ. അപ്പം കണ്ട ബീൻസ് ആ ഒരു ടെക്സ്ചർ തന്നെയാണ് ഉള്ളത്. അത് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ 2-3 വെള്ളത്തിലും കഴുകി കേട്ടോ. ഇത് അരിയുമ്പോൾ കണ്ണ് നീറുന്നുണ്ട് കേട്ടോ. ശരിക്കും ഉള്ളി അരിയും പോലെ തന്നെയാണ്. അപ്പം ഒരു അരപ്പ് വേണം. അതിന് വേണ്ടി കുറച്ച് അരമുറി തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി 2 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് ഞാൻ എന്താക്കി ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ. തോരനൊക്കെ വേണ്ട രീതിയിൽ ഒരു ചതപ്പ്, വെള്ളമൊന്നും ഒഴിക്കാണ്ട്. കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായ കാന്താരി മുളകാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതില്ലാത്തതുകൊണ്ട് ഞാൻ പച്ച മുളകാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാകുമ്പം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കടുകും കൂടി ഇടണം. അത് പൊട്ടിയ ശേഷം നമുക്കിതാ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇടണം. പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ അതിനകത്ത് ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് വേറൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ആ അരപ്പും കൂടി അതിനകത്തേക്ക് ചേർത്തിട്ട് പിന്നെ എന്താ പറയുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സൂമായി പോയതാട്ടോ. വീഡിയോ എടുക്കുമ്പോൾ മോളുമാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയതായിരുന്നു നമ്മുടെ ചാനലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.